140 നിയോജക മണ്ഡലത്തിലെ യാത്ര ആരംഭിച്ചിട്ട് കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. മഞ്ചേശ്വരത്ത് നിന്ന് ഏകദേശം എൻ്റെ യാത്ര കാസർഗോഡ് ജില്ലേൻ്റെ ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടിയുള്ള യാത്ര ആയിരുന്നു. അപ്പം എന്തായാലും ഈ വീഡിയോ ഞാൻ കുറേ ലെങ്ത്ത് കൂടിയ ഞാൻ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിൽ കൂടിയുള്ള യാത്ര ആയതിനാൽ ഒരു ഗ്രാമപഞ്ചായത്ത് ഞാൻ കാസർഗോഡിലെ ഒഴിവാക്കിയില്ല. വളരെ ദുർഘടം പിടിച്ച യാത്ര ആയിരുന്നു. ഒന്നാമത്തെ ഞാൻ നോമ്പുകാരന്, രണ്ടാമത്തെ ഭയങ്കര ഹെവി ചൂടാണ്. ആ ചൂടത്തൊക്കെ വണ്ടി ഓടിച്ച് പോയി കുറച്ച് ഹെവി റിസ്ക് ആയിരുന്നു. പക്ഷേ എന്നാലും ഞാൻ അത് പൂർത്തീകരിച്ച്. ഭയങ്കര ടാസ്ക് ആയിരുന്നു. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളും കയറി ഇറങ്ങി എല്ലാവരോടും സർവേ അന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരു മഞ്ചേശ്വരം വീഡിയോ ഒരു 30-40 മിനിറ്റുകൾ എടുക്കും. അപ്പോൾ അത് ആൾക്കാർക്ക് കാണാൻ അസൗകര്യം ഉണ്ടാവും എന്നുള്ള എനിക്ക് തോന്നിയതിനാൽ ഞാൻ ഓരോ പഞ്ചായത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ വീഡിയോ ഇടുക എന്നുള്ളതാണ് പ്ലാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ആകുമ്പോൾ ഓരോ വീഡിയോ 5 മിനിറ്റിൻ്റെ താഴോട്ടുണ്ടാവുള്ളൂ. അപ്പം അത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ആൾക്കാർക്ക് അത് ഉപകാരപ്പെടും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഒരു യാത്രയായിരുന്നു. എന്നെ ഈ കാസർഗോഡുകാർ സ്നേഹിച്ച് കൊന്നു എന്ന് തന്നെ പറയാം. അത്രക്കും എനിക്ക് ഇവിടെ നിന്നും ഹെൽപ്പ് മൈൻഡ് കിട്ടിയത്. താമസം, ഭക്ഷണം, കാര്യങ്ങളും എല്ലാം എൻ്റെ യാത്രാ എക്സ്പെൻസ് വളരെ കുറച്ച് തന്ന കാസർഗോഡ് ജനതയ്ക്കാട്ടെ ഇന്നത്തെ ദിവസം. അപ്പോൾ ഹാപ്പി റംസാൻ. ഞങ്ങളെ 140 നിയോജക മണ്ഡലത്തിലെ പോരാട്ടം ഞാൻ ആരംഭിച്ച് കാസർഗോഡ് കഴിഞ്ഞു. അപ്പോൾ കാസർഗോഡിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം. അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ വേണ്ടി, ബെല്ലൈക്കൺ അങ്ങോട്ട് ഞെക്കി പൊട്ടിച്ചളി. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.